ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ സലാക് സ്പ്രിങ്സിലാണ് വന്നിട്ടുള്ളത്. സത്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനൊരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് അത് നടക്കാതായപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഏതായാലും ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പോകാനിരുന്ന സ്ഥലത്തിനേക്കാളും നൈസാണ് ഈ സ്പോട്ട്. പാറുവിനെയും ബൂസുവിനെയും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഇതാണ്. ദൂരെ കാണുന്ന കണ്ടോ, ഇതാണ് ഫ്ലമിംഗോ ബേർഡ്സ്. ഇവിടെ വന്നാൽ ഇങ്ങനെയും ചില കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ വെൽക്കം ടു ട്വിൻ ടോക്സ്. മെയിനായിട്ടും എനിക്ക് ഈ സ്പോട്ട് ഇഷ്ടമാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വലിയ ആളും ബഹളവും തിരക്കും ഒന്നുമില്ലാതെ നമുക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. അതുമാത്രമല്ല, നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. നമ്മളിവിടെ വന്നത് മുതൽ ഒരുപാട് ഫോട്ടോഷൂട്ട് ഇവിടെ നടക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഗ്രാജുവേഷൻ്റെയും പിന്നെ കുഞ്ഞു കുട്ടികളെയൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരുക്കി കൊണ്ടുവന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ, പാറക്കുട്ടി കുഞ്ഞു കുഞ്ഞു മീനുകളെയൊക്കെ ഈ വെള്ളത്തിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിതാ മാമനെ വിളിച്ച് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ബുസുക്കുട്ടിയും വന്നിട്ടുണ്ട്. ഈ ചെറിയ ബ്രിഡ്ജ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അവിടെ നിന്ന് നമ്മളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ മുന്നോട്ട് പോയത്. പാറും പൂസും സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് ഓടി നടക്കുക. സ്പെഷ്യലി ഫ്ലമിംഗോസ് അപ്പുറത്തുണ്ട്. അതിനെ കാണാനായിട്ടാണ് ഇവരിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നതെങ്കിലും ഫ്ലമിംഗോസിനെ മാത്രമൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു മീനിനെയും ആമേനെയും താറാവിനെയും ഒക്കെ കണ്ടായിരുന്നു. അങ്ങനെ പാറു ആദ്യം ഫ്ലമിംഗോസിനെ കണ്ടിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ബഹ്റൈനിൽ ഭയങ്കര കാറ്റാണ് എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ദിവസവും നല്ല കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കൂടുതലും കാറ്റിൻ്റെ സൗണ്ടൊക്കെ ആയതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റിൽ പാറുക്കുട്ടി കുറേ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ആ പാട്ടൊക്കെ ശരിക്കും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാം, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് മ്യൂട്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് സമയം പോകുന്നത് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊക്കെ ഇരുട്ട് വീണ് തുടങ്ങുന്നുണ്ട്. പക്ഷേ കാറ്റിന് യാതൊരു കുറവില്ല കേട്ടോ. ഇപ്പോഴും നല്ല കാറ്റാണ്.
നമ്മള് പുറത്ത് വന്നേ, നമ്മള് പുറത്ത് വന്നേ. ഞാൻ അങ്ങോട്ട് പോണ്ട. ചെറിയ ഇരുട്ടൊക്കെ വീണ് തുടങ്ങി, നല്ല കാറ്റുണ്ട്, പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലം. ഇതൊക്കെ ആസ്വദിച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ നടക്കുമ്പോൾ ഒരാളിതാ വലിയ പണിയിലാണ്, ഉള്ള കരിയിലേക്ക് ചവിട്ടിപ്പൊട്ടിച്ച് നടക്കുന്നുണ്ട്. ഇനി ഇതെങ്ങാനായിരിക്കുമോ മാടമ്പിള്ളിയിലെ മനോരോഗി? ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അവസാനം വരെ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വീഡിയോയിൽ ഈ ഒരു പോർഷൻ ആഡ് ചെയ്യും എന്നുള്ള കാര്യം എന്തായാലും അറിയണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു സർപ്രൈസ് ആയിക്കോട്ടേന്നേ. അങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. വീട്ടിൽ പോയില്ലേ? പാർക്കുട്ടിനെ വെള്ളത്തിലിട്ടിട്ട് പാർക്കുട്ടി ഭയങ്കര നമുക്ക് ഈ പാർക്കുട്ടിനെ കൊടുത്തിട്ട് നല്ല പാർക്കുട്ടിനെ വാങ്ങിയാൽ. അങ്ങനെ ഒരു കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.